SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിഷേധ പ്രകടനം നടത്തി. കുന്നത്തൂർ യൂണിയന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദിയായി ചിത്രീകരിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു. അമർച്ച ചെയ്യാൻ നോക്കണ്ട, ഞങ്ങൾക്കൊന്നേ നേതാവുള്ളൂ, അതാണ് ഈ വെള്ളാപ്പള്ളി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള വർഗീയവാദികളുടെ ആസൂത്രിത ഗൂഢനീക്കങ്ങൾക്കെതിരെയാണ് SNDP യോഗം കുന്നത്തൂർ യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. ഗൂഢനീക്കങ്ങൾക്കെതിരെ ശക്തമായി പ്രതിരോധിക്കുമെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു. വെള്ളാപ്പള്ളി നടേശന്റെ മുഖത്ത് കരിയോയിൽ ഒഴിക്കുന്നവർക്ക് പാരിതോഷികം കൊടുക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവന സമൂഹത്തിന് അപകടകരമായ സന്ദേശമാണ് നൽകുന്നതെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ഈ ഈഴവ സമുദായത്തിനെ പാർശ്വവൽക്കരിച്ചുകൊണ്ട് നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കിട്ടാതെ വന്നപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തിയപ്പോഴാണ് ഈ സംഘടിത ശക്തികൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വർഗീയവാദിയാണെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ചില മാധ്യമങ്ങളും അതിന് പങ്കാളികളായിട്ടുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ട ഒറ്റ കാര്യം, മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ലയിൽ കഴിഞ്ഞ UDF ഗവൺമെന്റിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈയാളിക്കൊണ്ടിരുന്ന മുസ്ലിം ലീഗ് ആ ജില്ലയിലും അതിനടുത്തുള്ള വയനാട്, കാസർഗോഡ് ഉൾപ്പെടെയുള്ള ജില്ലകളിലൊക്കെ കോളേജുകൾ അനുവദിച്ചപ്പോൾ ആ കോളേജുകളെല്ലാം ആ ഒരു സമുദായത്തിൻ്റെ ആളുകൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു സാഹചര്യം നിന്നു. അവിടെ SNDP യോഗം ഈ കേരളത്തിലെ 27% ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയാണ് SNDP യോഗം. ഈ 3 ജില്ലകളിൽ ഈ സമുദായത്തിന് ഒരു കോളേജില്ല, ഒരു സ്കൂളില്ല എന്നുള്ള വിഷയം പറഞ്ഞപ്പോഴാണ് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വർഗീയവാദിയായി ഇവരുടെ മുന്നിൽ അവർ ചിത്രീകരിക്കാൻ തുടങ്ങിയത്. ശാരീരിക ആക്രമണത്തിന് പ്രേരിപ്പിക്കുകയും അതിന് പണം കൊടുക്കുമെന്നുമുള്ള ജില്ലാ നേതാവിന്റെ കൊട്ടേഷൻ പിൻവലിച്ച് ഉടൻ മാപ്പ് പറയണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിഷേധക്കാർ ഓർമ്മിപ്പിച്ചു. പല പ്രസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടും പ്രത്യേകിച്ച് രാഷ്ട്രീയ കക്ഷികളും അതുകൂടാതെ ചില ചാനലുകളിലും പ്രവർത്തിക്കുന്ന മതേതരന്മാരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മത തീവ്രവാദികൾ ആക്ഷേപിക്കുകയും കുറച്ചു കാലങ്ങളായി അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിൽ നിന്ന് മോചനം നേരിട്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വീണ്ടും ഒരു വർഗീയ കലാപം കേരളത്തിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടുന്ന ഒരു സാഹചര്യം സംജാതമാക്കുന്നതിന് വേണ്ടിയാണോ എന്ന് നമ്മൾ ഇതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാമല്ലോ, ഇത് സഹിക്കാൻ വയ്യാത്ത ആളുകൾ ട്രോള് ഇടുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും തന്നെ സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരിക്കുകയാണ്. നമ്മൾ മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ, വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വൃത്തികെട്ട രീതിയിലുള്ള സംഭാഷണങ്ങളും ചിത്രങ്ങളും ഒക്കെയാണ് നമ്മുടെ മൊബൈലിൽ കൂടി വരുന്നത്. ഭരണിക്കാവ് ദേവീക്ഷേത്ര മൈതാനത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ഭരണിക്കാവ് ബസ് സ്റ്റാൻഡിന് സമീപം കരിയോയിലൊഴിച്ചുള്ള കോലം കത്തിക്കലോടെ സമാപിച്ചു. കുന്നത്തൂർ യൂണിയൻ പ്രസിഡന്റ് R. ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സെക്രട്ടറി റാം മനോജ് അധ്യക്ഷത വഹിച്ചു. യോഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ V. ബേബികുമാർ, അഡ്വക്കേറ്റ് സുധാകരൻ, യൂണിയൻ കൗൺസിൽ അംഗങ്ങളായ R. പ്രേംഷാജി, നെടിയവിള സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ശാഖ യൂണിയൻ പോഷക സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെ 100ഓളം നേതാക്കൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.